നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പഴയ കാലമല്ല ഇത് പുതിയ കാലമാണ്. അത് ശരിയാണ്. എല്ലാ അർത്ഥത്തിലും കാലം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി സിംഗിൾ ലൈഫ് നടത്തുന്ന പുരുഷന്മാരുണ്ട്. അത് ലക്ഷക്കണക്കിനുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹം ചെയ്തവരും വിവാഹം ചെയ്യാൻ കഴിയാത്തവരും സിംഗിളായിട്ട് ജീവിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്: എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഭാര്യമാരാകാൻ ഇഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ടാണ് പുരുഷന്മാർ സിംഗിളായിട്ട് ജീവിക്കേണ്ട ഗതികേട് സംഭവിക്കുന്നത്? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അടുത്ത നാളിൽ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന കമ്പനി ഒരു വലിയ സ്റ്റഡിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ സ്റ്റഡിയുടെ ഫൈൻഡിങ് ഇതായിരുന്നു: 2030 24 മുതൽ 44 വയസ്സുള്ള സ്ത്രീകളിൽ 45% പേർ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കും. അവർ ഭാര്യമാരായി ജീവിക്കില്ല, അതുപോലെ തന്നെ അവർക്ക് കുട്ടികളും ഉണ്ടാവില്ല എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇത് വലിയ ഒരു നമ്പറാണ്. 45% സ്ത്രീകൾ അപ്രകാരം തീരുമാനിച്ചാൽ നമ്മുടെ ലോകത്തിൻ്റെ ഗതി തന്നെ അപകടത്തിലാവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ലോകത്ത് ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ 4B മൂവ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. കൊറിയയിൽ തുടർച്ചയായി സ്ത്രീകൾ ദുരുപയോഗിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിന് ഒരു വിലയില്ലാതെ വരികയും ചെയ്ത സമയത്ത് അവർ നടത്തിയ പ്രക്ഷോഭമാണ് 4B മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗത്ത് കൊറിയയിലുണ്ടായ ഈ 4B മൂവ്മെൻറ്റിൽ 4 കാര്യങ്ങളോടാണ് അവർ നോ എന്ന് പറഞ്ഞത്. അതായത്, അവർ ഒന്നാമതായി പുരുഷന്മാരെ വിവാഹം കഴിക്കില്ല, രണ്ടാമത്തേത് കുട്ടികൾക്ക് ജന്മം നൽകില്ല, മൂന്നാമത്തേത് ഡേറ്റിംഗ് അവർ നടത്തില്ല, നാലാമത്തേത് പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല. ഈ 4 തീരുമാനങ്ങൾ അവർ ഒന്നിച്ചെടുത്തപ്പോൾ ആദ്യം എല്ലാവരും അവരെ കളിയാക്കി. അവർ പരാജയപ്പെടും എന്ന് എല്ലാവരും വിധി എഴുതി. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്, ആ സ്ത്രീകൾ ആ സമൂഹത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്. ഇന്ന് ജനസംഖ്യാ അനുപാതം വളരെ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു രാജ്യമായി സൗത്ത് കൊറിയ മാറിയിരിക്കുകയാണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് നല്ല ആശങ്ക ഉണ്ട് എന്നുള്ളതും നമ്മുടെ കണക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്: നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിനൊത്ത് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കുറേ അധികം പേർ പുറകോട്ടടിക്കപ്പെടും. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ ജീവിതവും പുറകോട്ടടിക്കപ്പെടും എന്നുള്ളത് വളരെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വിവാഹിതരാകാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യമാരാകാൻ തയ്യാറാകാത്തത് എന്ന വിഷയത്തിൻ്റെ ഉത്തരം തേടിയപ്പോൾ ഞാൻ എത്തിച്ചേർന്ന ചില ഉത്തരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്ത പ്ലാറ്റ്ഫോമായ ക്വോറയിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പം അതിൻ്റെ ഉത്തരങ്ങൾ വളരെ എൻ്റെ ചിന്തകളെയൊക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിന്തകളിലേക്ക് ഒന്ന് പോകാം എന്ന് ഞാൻ കരുതുകയാണ്. ആദ്യത്തെ ഒരു റെസ്പോൺസ് കണ്ടതിങ്ങനെയാണ്. അതിൻ്റെ ആ മറുപടി ആരോ ഒരു നല്ല ഫ്രസ്ട്രേറ്റഡായ ജീവിതത്തിലേതോ നല്ല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ലേശം നല്ല കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അതിന് മറുപടി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മലയാളത്തിലുള്ള ഒരു വിവർത്തനം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഈ ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്: നമുക്ക് വിവാഹത്തിൽ നിന്ന് യാതൊരു നേട്ടവുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മുൻകാലങ്ങളിൽ സ്ത്രീകൾ വിവാഹം കഴിച്ചത് സാമൂഹിക സമ്മർദ്ദം കൊണ്ടും അതുപോലെ ദാരിദ്ര്യം കൊണ്ടും ആയിരുന്നു. ഇനി അടുത്ത ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ: വിവാഹിതയാകുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ വ്യക്തിത്വം, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ത്യജിക്കേണ്ടി വരുന്നു. നമ്മുടെ കുടുംബപ്പേര് പോലും ലഭിക്കാത്ത കുട്ടികളെ പ്രസവിക്കാൻ നാം നിർബന്ധിതരാകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ശരീരത്തിലെ അത്യാവശ്യ പോഷകങ്ങൾ നഷ്ടമാകുന്നു. കൂടാതെ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു.
കുട്ടികളെ നല്ല പൗരന്മാരാക്കി വളർത്തുന്നതിൻ്റെ 98% ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുന്നു. വീട്ടുജോലികളുടെ 99% എല്ലാ ഭക്ഷണ പാചകവും നമ്മുടെ ചുമതലയാണ്. ഈ സാഹചര്യത്തിൽ പുരുഷന്മാർ നമ്മെ വൈകാരികമെന്നും മുദ്രകുത്തി അവഗണിക്കുന്നു. അവർ വീഡിയോ ഗെയിമുകളിൽ സമയം പാഴാക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാര്യമാരെ വെറും ലൈംഗിക ആവശ്യങ്ങൾക്കായി നിരന്തരം ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നു. പുരുഷ സമൂഹത്തിൽ തലമുറകളായി കാണുന്ന ഈ മാനസിക ദൗർബല്യം വളരെ ഗുരുതരമാണ്. സ്ത്രീകൾ ഇന്ന് കുടുംബിനികളാകാൻ വിമുഖത കാണിക്കുന്നത് അവർക്ക് മറ്റ് തിരഞ്ഞെടുപ്പുകൾ ലഭ്യമായതുകൊണ്ടാണ്. സമൂഹം നമ്മിൽ അടിച്ചേൽപ്പിച്ച സ്വയം വെറുപ്പ് ഇപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നില്ല. വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവാണ്. ഇതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. ഒന്നാലോചിച്ച് നോക്കിയോ, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു കമൻറ്റ് നിങ്ങളുമായിട്ട് വായിച്ചത്. ഇതിൻ്റെ കമൻസ് എന്ന് പറയുന്നത് കണ്ടാൽ അറിയാം, 103 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതിനോട് ചേർന്ന് പോകുന്ന കമൻസുകളാണ്. നിങ്ങൾക്ക് തന്നെ നോക്കി കാണാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരെണ്ണം, അത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: യു ആർ റോങ്, മെനി വിമൻ വാണ്ട് ടു ഗെറ്റ് മാരീഡ്. അതിൻ്റെ അർത്ഥം ഇതാണ്: വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒത്തിരി സ്ത്രീകൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ദ ബാർ ഹാസ് റേസ്ഡ്. അതിൻ്റെ അർത്ഥം അതുവരെ ഉണ്ടായിരുന്ന ബെഞ്ച് മാർക്ക് അവർ ഉയർന്നിരിക്കുന്നു. അത്ര എളുപ്പത്തിൽ ഇനി നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അത് പറഞ്ഞു വയ്ക്കുന്നത്. വി ഡോണ്ട് ജസ്റ്റ് വാണ്ട് എ നൈസ് ഗായ് വിത്ത് എ പൾസ് ആൻഡ് എ ജോബ്. ഒരു ജോലിയുള്ള ഒരു സാധാ ചെറുപ്പക്കാരനെ അല്ല നമുക്കിനി വേണ്ടത്. നമുക്ക് വേണ്ടത് ഇനിയാണ് പറയുന്നത്, അതിൻ്റെ അത് പറയുന്നൊരു കാര്യം: എ മാൻ ഹൂ ഈസ് ചിയർഫുൾ, എംപ്ലോയിഡ്, പോസിറ്റീവ്, ഫെയ്ത്ത്ഫുൾ, ലവിങ്, കൈൻഡ്, റെസ്പെക്ട്ഫുൾ ആൻഡ് ഷെയർസ് ദ ഡ്യൂട്ടീസ് ഓഫ് എ ഹൗസ് ഹോൾഡ് ആൻഡ് ചൈൽഡ് ബെയറിങ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ അകത്ത് അവർ പറയുന്നത് കുറച്ച് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ $1,00,000 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജോലിയുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, കൂടെ നിൽക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷനെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതൊരു ഒരു ഒരു സ്ത്രീ തന്നെ എഴുതുന്ന വാക്കുകളാണ് ഇനിയുള്ളത്. വി ഡോണ്ട് വാണ്ട് ടു ബി സ്ലേവ്സ്. ഞങ്ങൾ അടിമകളായിട്ട് ജീവിക്കാനായിട്ട് താല്പര്യമില്ല. ഒരു പക്ഷേ നമുക്കിതൊക്കെ മനസ്സിലാവുമായിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തലമുറ വരെയുള്ളവർ ഭാഗ്യം ചെയ്തവരാണ്. അത് ഭാഗ്യം എന്ന് പറയരുത്, അത് വളരെ തെറ്റായൊരു വാക്കാണ്. കാരണം സ്ത്രീകൾക്ക് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലത്ത് അവർ തന്നെ ഒതുങ്ങിക്കൂടി, അവരുടെ ഉത്തരവാദിത്വം അതാണ് എന്ന് വിചാരിച്ചൊരു കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ ഒരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് മാറിയിട്ട് നമ്മളെല്ലാം ഒന്നാണെന്നും ലിംഗസമത്വവും എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം അവ ഒരുമിച്ച് നിൽക്കണമെന്ന്, ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്ക് സമൂഹം വളർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലേവ് ആയിരിക്കാൻ താല്പര്യമില്ല. ഒരു പുറത്തുള്ള 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം വീട്ടിലത്തെ ഉത്തരവാദിത്വങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു ഭർത്താവായിട്ട് വരേണ്ടത്. അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു മാജിക്ക് പോലെ വീട്ടിലെ മാജിക്കുകൾ, ആ മാജിക്കുകളായിട്ട് പറയുന്നത് പാത്രം കഴുകുന്നതും, അതുപോലെ പെര തുടയ്ക്കുന്നതും, വൃത്തിയാക്കുന്നതും, ഷോപ്പിങ്ങിന് പോകുന്നതും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും, നമ്മുടെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതൊരു മാജിക്ക് പോലെയെല്ലാം നടന്നു പോകുന്ന കാര്യമല്ല. സാധാരണ സ്ത്രീകൾ ചെയ്ത് അവരൊരു പരാതിയും പറയാതെയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് നിന്ന് ഇത് ഷെയർഡാണ്, നമ്മൾ ഉത്തരവാദിത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ് എന്ന് അവർ ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അമേരിക്കയിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പം പല സ്ത്രീകളും ഒരു സാധാ പുരുഷനേക്കാളൊക്കെ ഒത്തിരിയേറെ പണം അവർ സമ്പാദിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കമൻസ് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പം 2 ഫുൾ ടൈം ജോബാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, അവർ കമ്പനിയിൽ പോയി അവർ പുറത്തു പോയി ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ വീട്ടിൽ അവരെടുക്കുന്ന ഫുൾ ടൈം ജോലി. അപ്പം ഇത് രണ്ടും കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഷെയർഡായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യവും അവർ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും അതിൻ്റെ ബാക്കിയായിട്ട് ഇനി പറയുന്ന വേറൊരു കാര്യം, ഇൻ അഡീഷൻ വിമൻ സീ ദാറ്റ് മെനി മെൻ സ്റ്റിൽ ചീറ്റ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഈ ബന്ധപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചീറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് അവർ പറയുകയാണ്. അത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ
സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ടും ഈ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടും ഇത് പുരുഷന്മാർ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ചീറ്റിംഗ് നടക്കുമ്പോൾ എപ്പോഴും അപ്പുറത്തൊരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പുരുഷൻ്റെ കാര്യമായിട്ട് മാത്രമല്ല അതിനെ നമ്മൾ കാണുക. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. അതിനെക്കുറിച്ചും ഇവർ കൺസേൺഡ് ആണ്. പക്ഷേ കല്യാണം കഴിക്കണം എന്നുള്ള എല്ലാ ആഗ്രഹവും തീരുന്ന തരത്തിലുള്ളൊരു സെൻറ്റൻസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വൈഫ് ബിക്കം ആൻ ഇൻക്രെഡിബിളി ടെംപ്റ്റിംഗ് പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ മികച്ച ഒരു മനുഷ്യനായിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് അവർ ഈ റിസ്പോൺസിൻ്റെ അകത്ത് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഹെർ തോട്ട്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ്, റെസ്പെക്ട്ഫുൾ, ഫെയ്ത്ത്ഫുൾ, ഹാർഡ് വർക്കിംഗ്, കൈൻഡ്, ഫൺ, ലവിങ് ആൻഡ് കീപ് യുവർ പ്രോമിസസ്. അപ്പം ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നല്ല ഫെയ്ത്ത്ഫുള്ളായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രോമിസുകൾ നിറവേറ്റുന്ന, ഒന്നിച്ചു പോകുന്ന ഒരു പുരുഷനെയാണ് ഇന്നത്തെ സ്ത്രീകൾ ഭർത്താക്കന്മാരായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബാർ ഉയർന്നു എന്ന് തന്നെ ഇപ്പം തന്നെ മനസ്സിലായി. ഇനി അവസാനത്തെ ഈ പാരഗ്രാഫിൻ്റെ ഒരു മലയാളം വിവർത്തനം ഞാനൊന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ചില പുരുഷന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പറഞ്ഞ ഗുണങ്ങളുടെ പട്ടിക കൈവരിക്കാൻ കഴിയാത്തതാണെന്നത് വളരെ ദുഃഖകരമാണ്. ശരിക്കും അങ്ങനെയാണോ? പോസിറ്റീവായിരിക്കാനും പരാതിപ്പെടാതിരിക്കാനും ഇത്ര പ്രയാസമാണോ? ദയാലുവായിരിക്കാനും ക്രൂരത കാട്ടാതിരിക്കാനും വിശ്വസ്തനായിരിക്കാനും ചതിക്കാതിരിക്കാനും ജീവിതം ആസ്വദിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും സത്യസന്ധത പുലർത്താനും കർമ്മനിരതനായിരിക്കാനും അത്ര വിഷമമാണോ? ഒരു നല്ല സുഹൃത്തിൽ നിന്ന് പോലും ഞാനിതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ജീവിത പങ്കാളിയിൽ നിന്ന് എത്രയോ കൂടുതൽ ഈ ഗുണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കും. ഈ ഗുണങ്ങൾ അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വച്ചിരിക്കുന്നത് വളരെ താഴ്ന്ന മാനദണ്ഡങ്ങളാണ്. എൻ്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എന്നിൽ നിന്ന് ഇതെല്ലാം അതിലും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ലക്ഷക്കണക്കിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ കമൻസ് ഇതിൻ്റെ താഴെ കിടപ്പുണ്ട്. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന്. നമ്മുടെ സ്ത്രീകൾ നാളുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ച സങ്കടങ്ങളുടെ ദുരിതങ്ങളുടെ കാലം അവരെ വിട്ടുപോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. കാരണം ഇത്രയും നാളും അവരെ അടിച്ചമർത്തിയും അവരുടെ അവകാശങ്ങൾക്ക് പുല്ലുവില കൊടുത്തും നമ്മുടെ സമൂഹം അവരെ ഞെക്കി അമർത്തിയപ്പോൾ അവരതെല്ലാം സഹിച്ചു നിന്ന് പോരാടിയത് ഈ നാളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനിയും നമ്മുടെ നാട്ടിലേക്ക് ഒരു ചിന്തയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ അല്പമൊന്ന് കരുതലോടെ അവളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്താൽ അവരെയെല്ലാം പെൺകോന്തന്മാരാക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇനിയും ഒരു സത്യം ഇതാണ്, ഒരു പെൺകോന്തനായെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരുപക്ഷെ ഒരു പാർട്ട്ണറെ കിട്ടുകയുള്ളൂ എന്നുള്ള കാലം വിദൂരമല്ല. ഇതുവരെയൊക്കെ കുടുംബത്തിൻ്റെ പേരും മഹിമയും ഒക്കെ പറഞ്ഞ് നമുക്ക് കുറേയൊക്കെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതും അപ്രത്യക്ഷമാവുകയാണ്. അത് ഞാൻ പറയുന്നതിന് കാരണം വിവാഹം കഴിച്ചവരുടെ ജീവിതവും അത്ര ശോഭനമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹമോചന കേസുകൾ ഒരു വർഷം ഏതാണ്ട് 25,000-ഓളം കേസുകൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏതാണ്ട് 70% കേസുകളും അതിൻ്റെ ഇനീസിയേഷൻ, അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് സ്ത്രീകളിൽ നിന്നാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്ത്രീകൾക്ക് ധൈര്യത്തോടെ അവർക്ക് ഡിവോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജോലി മാത്രമായിരുന്നു പണ്ട് കാലങ്ങളിൽ അവർക്ക് അറിയാതിരുന്നത്. ഇന്ന് അവരാണ് ഏറ്റവും നല്ല രീതിയിൽ ജോലികൾ ചെയ്യുന്നതും പണം സമ്പാദിക്കുന്നതും. സ്ത്രീകളാണ് പലയിടങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നത്. അവരൊരുപക്ഷെ നേഴ്സിങ്ങോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ഡോക്ടർമാരായിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സർവീസുകൾ ചെയ്തിട്ടാണ് അവർ ആ പണം സമ്പാദിക്കുന്നത്. അപ്പം പണത്തിൻ്റെ പേരിലൊക്കെ നമുക്ക് ഇത്രയും നാളും പുരുഷനാണ് സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ പറയുമായിരുന്നെങ്കിൽ ഇനിയത്തെ സ്ത്രീകൾക്ക് നിൻ്റെ സമ്പാദ്യം വേണ്ട, എനിക്ക് വേണ്ടത് ഒരു പാർട്ട്ണറെയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു പാർട്ട്ണറാവാൻ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കേണ്ടത് നമ്മുടെ തലമുറയുടെ ആവശ്യമാണ്.
ചെറുപ്പക്കാരായിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നല്ല പാർട്ട്ണർ ആവാനായിട്ട് ഒരുക്കുക. ചെറുപ്പം മുതൽ എല്ലാ പണികളും അവരെ ചെയ്യിപ്പിക്കുക. ഒരു വീട് എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, ഭാര്യയുടെ പണി, ചെറുക്കൻ്റെ പണി, പെണ്ണിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താതെ എല്ലാ പണികളും അവരെ കൊണ്ട് ഒരുമിച്ച് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. വിവാഹമോചനം നടന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അവതാളത്തിലാവുന്നത് പുരുഷന്മാരുടെ ജീവിതമാണ്. കാരണം പല കാര്യങ്ങളും അവർ അന്നുവരെ സ്ത്രീ ചെയ്തതിൻ്റെ ബലത്തിലാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാനൊരു പെൺകോന്തനാണ് എന്ന്. അങ്ങനെ വിചാരിച്ചാലും സാരമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോയിലെ ചിന്തകൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സഹായമായാൽ അത്രയും ആകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായത്. അതുകൊണ്ട് കാലത്തിനൊത്ത് നീങ്ങാൻ നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ സ്ത്രീകൾ മാറിയതുപോലെ, അവർ അവരെ തന്നെ പുരോഗമനപരമായി മുൻപോട്ട് നയിച്ചതുപോലെ പുരുഷന്മാരായ നമ്മളും നമ്മുടെ ജീവിതത്തെ കാലത്തിനൊത്ത് മാറ്റാനും ഒരു പാർട്ട്ണറായി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഗുണകരമാവുമെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഞാൻ കമൻസുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്